ഈ തന്ത്രിയിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനി എങ്ങോട്ടേക്ക് പോകും എന്നാണ് ഇനിയും പലർക്കും അറിയേണ്ടത്. ഇനിയും രാഷ്ട്രീയ വഴിയിലൂടെ ആയിരിക്കുമോ അതോ തന്ത്രി കുടുംബ വഴിയിലൂടെ ആയിരിക്കുമോ പോകുന്നത്? ഇത് പമ്പയിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്ന മാതിരി ഇത് രാഷ്ട്രീയക്കാരും കള്ളന്മാരും പോറ്റിമാരും കൂടെ സംഗമിക്കുന്ന ഒരു ത്രിവേണി സംഗമമായിട്ട് നമുക്ക് പമ്പയെ കാണാം. ഇത് മൂന്ന് പേരും കൂടെ യോജിക്കാതെ ഒരിക്കലും ഇത്രയും വലിയൊരു മോഷണം അവിടെ നടക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. കാര്യം തന്ത്രിമാർക്കും പോറ്റിമാർക്കും മാത്രമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ശബരിമലയുടെ കസ്റ്റഡി തന്ത്രിയുടെയും മേൽശാന്തിമാരുടെയും കയ്യിലാണ്. ഇവർക്ക് രണ്ടുപേർക്കും മാത്രം കഴിയില്ല. അപ്പം വെളിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളൊരു കൊള്ളക്കാരനും കൂടെ വന്നപ്പോഴത്തേക്കാണ് ആ ത്രിവേണി സംഗമം പൂർണ്ണമായി. ആ ത്രിവേണിയിൽ കൂടെയാണ് അയ്യപ്പൻ്റെ സ്വർണ്ണം ഒഴുകിപ്പോയത്. ആ സ്വർണ്ണമെല്ലാം നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട്. 30 കിലോളം സ്വർണം പോയിരിക്കാനാണ് സാധ്യത. ബാക്കി അവിടുന്ന് വിലപ്പെട്ട് എന്തൊക്കെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ഇതുവരെയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മാത്രമല്ല, എത്ര സ്വർണ്ണമാണ് പോയിട്ടെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് വരണമെങ്കിൽ അവർ കൊടുത്ത പാടുകൾ പരിശോധിക്കണം. അത് ISROയുടെ ലാബിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർക്ക് ഇതുവരെ ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതുമല്ല, ശബരിമലയിൽ എന്തൊക്കെയാണ് കൊള്ള നടന്നതെന്നുള്ളത് സുപ്രീം കോടതിയുടെ മുമ്പ് എത്തിയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘം വികസിപ്പിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിന് പുറത്തുനിന്നുള്ള IPS ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം സുപ്രീം കോടതി പറയും ഇവരെ കൊണ്ട് ശങ്കർദാസിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതിയെ ഞെട്ടിച്ച ഒരു കാര്യം. അവർ ചോദിച്ച ഒരു വാക്കിതാണ്, നിങ്ങൾ ഇത്രയും ഹീനമായ ഒരു കുറ്റം ദൈവത്തോടാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന്. അത്രയും ഒരു ഇത് വന്ന സ്ഥിതിക്ക് അവർക്ക് ഇനി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേ പറ്റുള്ളൂ. ഈ പലരെ സസ്പെൻഡ് പോലും ചെയ്തിട്ടില്ല. ഈ 16 പ്രതികളുള്ളതിൽ പലരും ഇപ്പോഴും ഗവൺമെൻറ് ജോലി ചെയ്യാൻ കൂടെ സമ്മതിച്ചൊക്കെയാണ്. മാത്രമല്ല, ഇത് പോപ്പിലോട്ടും ഒക്കെ പോകുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാര്യം മുരാരി ബാബുവിൻ്റെ രാഷ്ട്രീയ കണക്ഷൻ സമുദായ സംഘടനകൾ എങ്ങോട്ടൊക്കെ പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും എല്ലായിടത്തും അന്വേഷണ സംഘത്തിൻ്റെ കണ്ണുകൾ പോയേ പറ്റുള്ളൂ. ഭക്തർ വളരെ ആവേശത്തോടെ കാണുന്ന ഒരു അറസ്റ്റാണിത്. കാര്യം എല്ലാവരും വിചാരിച്ചിരുന്നത് ശബരിമല സീസൺ കഴിയട്ടെ, ശബരിമല സീസണിൽ തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആചാര ലംഘനമായി പോകുമോ എന്നൊരു ഭയം അന്വേഷണ സംഘത്തിന് ഉൾപ്പെടെ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ശബരിമലയിൽ അങ്ങനെയല്ല. ശബരിമല തന്ത്രി കുടുംബത്തിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. വേറെ തന്ത്രിയുടെ മക്കളൊക്കെ ഉണ്ട്, അവരവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട്. അല്ല, ഇപ്പം കണ്ഠരര് രാജീവരൻ്റെ മകനാണ് അവിടെ, ബ്രഹ്മദത്തനാണ് തന്ത്രിയുടെ ചുമതല. പിന്നെ ഇത്തവണയല്ല, ഇത്തവണ മോഹൻ രുവാണ്. അതെ, അല്ല മകൻ മഹേഷ്. ഏത് രു ആയാലും ശരി, മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഗവൺമെൻറ് പൊക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിൽ അകത്തോട്ട് ഇനി ആർക്കും ഇനി വരാൻ പോകുന്നത് മേൽശാന്തിമാരുടെ കാലമാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തന്ത്രിക്ക് മാത്രം, തന്ത്രി ഈ 1-ാം തീയതി താക്കോല് കൊടുക്കുന്നത് മേൽശാന്തിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ തന്ത്രിയിൽ കൂടെ അടുത്ത് വരേണ്ടത് മേൽശാന്തിമാരുണ്ട്. ആ മേൽശാന്തിമാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നലെ അന്വേഷണ സംഘം പറഞ്ഞത് ഞങ്ങൾ 98 മുതലുള്ള സർവ്വ കാര്യങ്ങളും ഞങ്ങൾ പുനരാലോചിച്ചുകൊണ്ട് വരികയാണെന്നാണ് പറയുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ 98 തൊട്ടുള്ള ഒരു ഘട്ടം കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് 98 മുതലുള്ള മേൽശാന്തിമാരുടെ അറിവ് ഇതിനകത്തുണ്ടാവും. ഈ മേൽശാന്തിമാർ ഒരുപാട് പേര് ഇതിനകത്ത് വരാറുണ്ട്. 5ഓളം ദേവസ്വം മന്ത്രിമാരുടെ റോൾ ഇതിനകത്ത് വരാറുണ്ട്. ഇതിനിടയ്ക്ക് വന്ന ഒരുപാട് ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ റോൾ ഇതിനകത്ത് വരാറുണ്ട്. കാര്യം ഇതൊരു ആസൂത്രിതമായ കൊള്ള 98 മുതൽ നടക്കുന്നതാണ്. ഈ ബലിച്ചോറ് കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് തന്നെ കാക്ക വരുമെന്ന് പറഞ്ഞ മാതിരി സ്വർണം കൊണ്ട് വിജയമല്ലയെ അവിടെ വച്ചപ്പോഴത്തേക്ക് തന്നെ ഇതെടുക്കാനുള്ള കാക്കകൾ അതിൻ്റെ വട്ടം ചുറ്റി, കഴുകന്മാർ, കാക്ക എന്ന് പറയുന്നത് വീണ്ടും നല്ലൊരു വാക്കാണ്, കഴുകന്മാർ വട്ടം ചുറ്റി തുടങ്ങി. അതിൻ്റെ പിടിയിലാണ് അവസാനം. എന്തായാലും പിണറായി വിജയൻ്റെ അയ്യപ്പ സംഗമത്തിനോട് ആണ് നമ്മൾ എല്ലാ കടപ്പാടും നമുക്കുള്ളത്. വിജയ് മല്യ ചിലപ്പോൾ വിളിച്ചു വരുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇല്ല, വിജയ് മല്യ ഒരു വ്യക്തിയായിട്ടല്ല നമ്മൾ കൊടുത്തേക്കുന്നത്. വിജയ് മല്യയുടെ കമ്പനി UB ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സ്വർണം കൊടുത്തത്. കമ്പനി നേരിട്ട് ശബരിമല ദർശനം നടത്തി. അതിൽ അദ്ദേഹം ഇത് അപ്പോഴാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചത്, പഞ്ചാബിലെ സുവർണ ക്ഷേത്രം പോലെ ഇതും എന്തുകൊണ്ടായിക്കൂടാ ആകാം എന്ന് ദേവസ്വം ബോർഡ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ തന്ത്രിമാ കുടുംബത്തിലേക്ക് മാത്രം പോകാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിന് വലിയ റോളില്ലേ സാർ? നേരത്തെ നമ്മളെ ചെന്നൈ ഹൈക്കോടതിയുടെ 3 കേസുകൾ, 3 കേസുകളിലും ചെന്നൈ ഹൈക്കോടതി പറയുന്നത് ഈ സർക്കാർ പൊതുജനങ്ങളുടെ പ്രോപ്പർട്ടി മോഷ്ടിക്കുന്നവർ മാത്രമല്ല, അവരുടെ ഭാര്യമാരും അതിന് ഉത്തരവാദികളാണ്. അതിൽ 3 പേരുടെ ഭാര്യമാരെ കോടതി ഓരോ വർഷം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി പറഞ്ഞ വാക്ക്, ഇൽ ഗോട്ടൺ മണി നിങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവന്നാൽ
അത് നിങ്ങൾക്ക് അത് തെറ്റായ രീതിയിൽ കിട്ടിയതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അധികൃതരെ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ഒരു മന്ത്രിയുടെ ഭാര്യയും കൂടെ ശിക്ഷിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മുൻ മന്ത്രിയുടെ ഭാര്യയും കൂടെ ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ശിക്ഷിക്കേണ്ടത് ഈ അറസ്റ്റ് ചെയ്ത വാസുവിനെയും പപ്പനെയും ഒന്നും അല്ല, ഇവരുടെയൊക്കെ പൊണ്ടാട്ടിമാരെയും കൂടെ വിളിച്ചു വരുത്തി അവരെയും കൂടെ ജയിലിൽ സുഖതാമസം കൊടുക്കേണ്ട ഒരു അവസരം വരും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇവരെ കുടുംബത്തിനകത്ത് ഈ പൈസ പോയിട്ടുണ്ടെങ്കിൽ അവരെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ ഒരു ബാധ്യതയാണ്. ഞാൻ ചെന്നൈ ഹൈക്കോടതി 3 വിധികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരിലോട്ട് അന്വേഷണം പോകും. കാര്യം വീട്ടിൽ ഹസ്ബൻഡ് സ്വർണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭാര്യമാരെ അറിയാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ അത് തെറ്റായ വഴിക്ക് കിട്ടിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരെ അധികൃതരെ അറിയിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. ഇപ്പോൾ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നത് അവകാശമാണ്. അപ്പോൾ അതേപോലെ ഭർത്താവ് കാണിക്കുന്ന തെറ്റുകൾ സർക്കാരിനെ അറിയിക്കേണ്ട ബാധ്യതയും കൂടെ ഭാര്യമാർക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണെന്ന് ചെന്നൈ ഹൈക്കോടതിയുടെ വിധിയാണ് ഞാൻ പറയുന്നത്. അത് ചെന്നൈയിലെ ഒരു മന്ത്രി ലേബർ മിനിസ്റ്റർ അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അയാളുടെ ഭാര്യയും കൂടെ 1 വർഷം തടവിനും 1000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചത്. അവരെ ശിക്ഷിക്കും. അയാൾ മരിച്ച് 15 വർഷത്തിന് ശേഷം ആണ് ഈ സ്ത്രീയെ ശിക്ഷിക്കുന്നത്. വളരെ പഴയൊരു കേസ്, 23 വർഷത്തിന് ശേഷം ആ കേസ് ശിക്ഷിച്ചപ്പോഴത്തേക്ക് ഈ സ്ത്രീയാണ് ശിക്ഷിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രസിഡൻസ് ഉണ്ട്. ഈ കണ്ടവരൊന്നും അല്ല. ഇതൊരു പ്രത്യേക കോടതിയിലോട്ട് ഈ കേസ് അന്വേഷണം പോകും. ഈ കേസുകളെല്ലാം കൂടെ ഒരു പ്രത്യേക കോടതിയിലോട്ട് പോകുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിന് വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടാകും. അവിടെ നടന്ന കള്ളങ്ങളും മോഷണത്തെ പറ്റിയിട്ടുമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ഇതിപ്പം വിജിലൻസ് കോടതിയിലും റാന്നി കോടതിയിലും ഒക്കെ പല കോടതികളിലായിട്ടാണ് ഈ കേസുകൾ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ കോടതി നമ്മളെ പിണറായി ഭഗവാൻ പോകുന്നതിന് മുമ്പ് തന്നെ രൂപീകരിച്ചിട്ട് പോകുമെന്നാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇപ്പം ശബരിമലയിൽ എന്തായാലും ഒരു വഴിത്തിരിവുണ്ടാകും. വഴിത്തിരിവാണല്ലോ ഈ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ശബരിമല അന്വേഷണത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. കാര്യം നമ്മൾ ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആൾ ഒന്നുമില്ലെങ്കിലും ഈ 20-ാം തീയതി വരെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിനിടയ്ക്ക് എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് ഇതിനകത്ത് ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ പത്മകുമാർ പലപ്പോഴും ജയിലിൽ എന്ന് പറഞ്ഞല്ലോ ദൈവതുല്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മന്ത്രിയാണോ തന്ത്രിയാണോ നമുക്കറിയില്ല. എന്തായാലും തന്ത്രിയകത്തായി ഇനി മന്ത്രി മാത്രമേ വെച്ചോളൂ. മന്ത്രിമാരിലോട്ടും പോകും. മന്ത്രിയിലോട്ടല്ല, കടകംപള്ളിയിലേക്ക് അടുക്കുമോ എന്നുള്ളതാണ്. കടകംപള്ളിയിലേക്ക് അടുക്കുമോ? കടകംപള്ളി മാത്രമല്ലല്ലോ, കടകംപള്ളിക്ക് മുമ്പേയും കടകംപള്ളിക്ക് ശേഷവും മന്ത്രിമാരായിരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് ഒരാൾ അല്ലെങ്കിൽ 2 പേര് ചേർന്ന് 1 വർഷം ചെയ്ത് നടത്തിയ ഒരു കുറ്റകൃത്യമല്ല. നമ്മളിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത് 98 മുതൽ തന്നെ നടന്നു വന്ന ആസൂത്രിതമായ കൊള്ളയുടെ ഒരു പരിസമാപ്തിയിലാണ് നമ്മൾ ഈ അയ്യപ്പ സംഗമം വച്ചുന്ന സമയത്ത് ഈ ജില്ലാ ജഡ്ജി അവിടെ പോകാനും ഇത് കാണാനും ഇടയായത്. അപ്പോൾ ഇതിനിടയ്ക്ക് നടന്ന ജഡ്ജിമാരുടെ പേരും ഉണ്ട്. ഇത്രയും കാലം ഇദ്ദേഹത്തിന് മുമ്പ് ഈ ചുമതല വഹിച്ചിരുന്ന ജഡ്ജിയുടെ പേര് പോലും ഇതിനകത്ത് കേൾക്കുന്നുണ്ട്. ഒരു ജഡ്ജിയുടെ പേരും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ മീനുകളൊന്നുമല്ല, വലിയ മീനുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു മിക്കവാറും ശബരിമലയുടെ കാര്യത്തിനകത്ത് ഒരു പ്രത്യേക ട്രസ്റ്റ് രൂപീകൃതമായി മാറും. അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും വ്യാപകമായിട്ടുള്ള കൊള്ള ശബരിമലയിൽ നടക്കുമ്പോഴത്തേക്ക് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ, ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കണമെങ്കിൽ, അയ്യപ്പനുള്ള വിശ്വാസം ആൾക്കാർക്ക് നിലനിൽക്കണമെങ്കിൽ അത് ശബരിമല എന്ന് പറയുമ്പോഴത്തേക്ക് സാറ് മനസ്സിലാക്കേണ്ടത്, ശബരിമല എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രം വിഷയമല്ല. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 1200ഓളം അമ്പലങ്ങൾ നടന്നു പോകുന്നത്. ഇപ്പം ശബരിമലയുടെ വരുമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ശബരിമല ഇല്ലാതായി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് തിരുവിതാംകൂറിലെ ഹിന്ദു വിശ്വാസങ്ങളും ഹിന്ദു അമ്പലങ്ങളുമാണ്. ഇത് ഒരിക്കലും ആൾക്കാർക്ക് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ശബരിമല സ്ത്രീ രജസ്വല പ്രവേശനം എന്നാണ് പറയുന്നത്. ശബരിമല രജസ്വല പ്രശ്നം മാതിരി ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് കോടതിയുടെ മുമ്പുള്ള ഒരു നിയമപ്രശ്നമായിട്ട് മാറാൻ സാധ്യതയില്ല. ഏകദേശത്തിൻ്റെ ഇലക്ഷൻ മൂഡിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അവരവരുടെ കൈ കഴുകാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇതുവരെ ദേവസ്വം മന്ത്രി 98 മുതൽ ഇതുവരെ ദേവസ്വം മന്ത്രിമാരായിട്ടിരുന്നവരും അവരുടെ ബന്ധുക്കളും ഭാര്യമാരും ഒക്കെ ജാഗ്രതയിലിരിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.